നിങ്ങൾ ബംബിൾസ് ആണെങ്കിൽ പൊളിക്കുന്ന രീതി കാണിച്ചു തരാം. കണ്ടോട്ടോ അതെ പിങ്ക് കളർ ഉണ്ടായത് ഇതിന്നാന്ന് തോന്നുന്നു അല്ലേ? ക്ഷമയുടെ നെല്ലിപ്പലക അറ്റായിരുന്നു. പാടി കഴിച്ച് അല്ലി അടർത്തിയിട്ട് എന്റെ ക്ഷമ. അതെ നെല്ലിപ്പലക കണ്ടു. നോക്കട്ടെ. ആഹാ ഉഗ്രം കളറാണല്ലോ. ബംബ്ലൂസ് നാരങ്ങ പിക്കിള് കൂട്ടിയാണ് ഞാനിന്ന് ഊണ് കഴിക്കുന്നത് കേട്ടോ. ഉച്ചയ്ക്ക് ഇങ്ങനത്തെ ഒക്കെ ഒരു മീൽസ് കാണുമ്പോ ആർക്കാരും കൊതി വരും. നമുക്കെന്നാ പറിക്കാം. ഞാൻ ആദ്യം ഇല്ലേ സ്റ്റാൻഡ് കൊണ്ടുവച്ച് സ്റ്റാൻഡിൽ കയറി പറിക്കാന്ന് ഓർത്തപ്പോഴേ എത്തൂല. അതും പറ്റേ വേണ്ട. അല്ല അതങ്ങനെ പറിക്കാറുണ്ട്. എത്തൂല്ലാത്തോണ്ട് ഞാൻ തോട്ടി എത്തു. സ്റ്റാൻഡിന് മാറ്റാം. സ്റ്റാൻഡിന്റെ മേത്തേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ ഈ 4 അടിയുള്ളൂ. അത്രേ ഉള്ളോ? വളരെ കുറവുണ്ടായിരുന്നു. ഓ കഴിഞ്ഞ പോലെ എന്തുമാത്രം ഉണ്ടായി. ശരിയാട്ടോ, ഇല ഒടിയണ അത്ര ഉണ്ടായതാ. 1 വിട്ടല്ല. ചെറുത് പറിച്ചാലോ? ചെറുത് മതി. പറിക്കണ്ട, ഇഷ്ടമുള്ളത് പറിച്ചോ. അല്ലെങ്കിൽ ഇവിടെ കിടക്കണ മൂത്തായത് പറിക്കാം. മൂത്തത് പറിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഇത് പറിക്കാം. വിളഞ്ഞു കിടക്കണത് ഏതാന്ന് നോക്കിയിട്ട് അത് പറിച്ചു. ഇത് പറിക്കാം കേട്ടോ. ഇതിലേക്ക് വീഴും. ഓ അറിയാതെ എങ്ങാനും മറ്റേതും കൂടെ വീണാ കഴിഞ്ഞു. മാങ്ങയാണെങ്കിൽ 2 തിന്നാം. ഇത് പറ്റൂലല്ലോ. പിന്നെ പറ്റൂലെന്ന് മാത്രമല്ല ഇത് ഇത്തവണ ഇല്ലേം താനും അറിയാം. അതെ, ഇതൊന്ന് ഫ്രഷ് ആയിട്ട് തിന്നാനല്ല, നമ്മള് ഫ്രഷ് ആയിട്ട് തന്നെയാണ്, പക്ഷെ വേറൊരു ഫോമില് കഴിക്കാനാണ്. ഇതങ്ങ് നീക്കി വെക്കാം കേട്ടോ. എന്നിട്ട് ഇതിവിടെ വെച്ചങ്ങ് പൊളിച്ചേച്ച് പോവാം അല്ലേ? അതല്ലേ നല്ലതാ. അതെ. ഞങ്ങൾ ബംബിൾസ് ആണെങ്കിൽ പൊളിക്കുന്ന രീതി കാണിച്ചു തരാം. ഞാൻ ചെറുപ്പം പോലെ ഞങ്ങൾ കോട്ടപ്പടിയിൽ അമ്മച്ചിയുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന രീതിയാട്ടോ ഈ കാണിക്കണത്. ഞാനതുകൊണ്ട് ആ രീതിയിലാണ് ഇപ്പോഴും അത് ചെയ്യണത്. നമ്മുടെ നാട്ടിൽ ഇതിന് ബംബ്ലൂസ് എന്നാ വിളിക്കണേ. നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാ പേരുകൾ, വ്യത്യസ്തമായ പേരുകൾ എന്തൊക്കെയാന്ന് പറയണേ. ചിലയിടത്ത് കമ്പിളി നാരങ്ങ എന്ന് പറയും, ബിക്കോസ് ഇതിനകത്തുള്ള വൈറ്റ് കവറിങ് കാരണം. അതുകൊണ്ടാ എനിക്ക് പിടികിട്ടില്ല. ആഹാ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ. ഇച്ചിരി മുഴുപ്പുണ്ടായതായാലും. അപ്പയാണെങ്കിൽ വളരെ ശാസ്ത്രീയമായിട്ടാ കട്ട് ചെയ്യണേ. കണ്ടോട്ടോ അതെ. മണമൊക്കെ വന്നു തുടങ്ങി. അങ്ങനെയുണ്ട്. പൊളിക്കുമ്പോഴേ ഇതിന്റെ മണം വരും അല്ലേ? നാരങ്ങയുടെ പ്രോപ്പർട്ടി തന്നെയാണ്. അതെ. വല്യപ്പയുടെ വീട്ടില് ഉണ്ടായത് ജെസിയാൻ്റെ നാള് അന്ന് കൊണ്ടുപോയത്. അങ്ങനെ ഫുൾ ഷേവ് ചെയ്ത പോലെയായി. അതെ. ഇവിടെ ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഒരു ഗുണം എന്നാന്നറിയാമോ? കൈയിട്ടത് കട്ട് ചെയ്തെടുക്കാം. കാണിച്ചു തരാം. ഇതുകൊണ്ട് വേറെ എന്തൊക്കെ ഡിഷസ് നിങ്ങൾ ഉണ്ടാക്കാറുള്ളതെന്നും പറയണേ. അങ്ങനെ പ്രത്യേകിച്ച് ഡിഷസ് ഒന്നും ഉണ്ടാക്കിയതായിട്ട് കേട്ടിട്ടില്ല. ഇതുവരെ കേട്ടിട്ടുള്ളൂ. ഫുൾ ഇതാണ് വൈറ്റമിൻ സി അല്ലേ ഇത്? അസിഡിറ്റി ഉള്ളവർക്ക് പറ്റില്ല. പൊളിക്കുവാണേ. ഞങ്ങളുടെ രീതിയാട്ടോ. വേറെ ഏതെങ്കിലുമൊക്കെ രീതി ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുഞ്ഞുനാൾ മുതൽ കാണുന്ന രീതിയായത്. പിന്നെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ബംബ്ലൂസ് ആയപ്പോഴും അതുകൊണ്ട് ആ രീതിയിൽ എല്ലാവരും അവിടെ പൊളിക്കണം. അമ്മച്ചിയുടെ വീട്ടിലാണ് ചെല്ലുമ്പോൾ ചെറുപ്പകാലത്ത് 2 ബംബ്ലൂസ് നാരകം ഉണ്ടായിരുന്ന ജിബിച്ചാച്ചൻ്റെ വീട്ടിൽ. എന്നിട്ട് ആ പുറകോസ്റ്റ് ദൂരെ കൊണ്ടുപോയി അവിടെ നിന്ന് അത് കഴിഞ്ഞാൽ തിരുമറയിൽ നട്ടുപിടിപ്പിച്ചു ചാച്ചൻ്റെ വീട്ടിൽ. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ എല്ലായിടത്തും ഉണ്ടപ്പ. കയറി പോവാ, ഞാൻ അകത്തിരുന്ന് നമുക്ക് പൊളിച്ചെടുക്കാം. അത് ശരി. എങ്ങനെ ഓരോ നല്ലതായിട്ട് കണ്ട ഞാൻ ചെയ്യണത്. ഈ വൈറ്റ് കവറിങ് മാറ്റലാണ് ഇച്ചിരി പാട്. അത് ഇച്ചിരി പാടാ. അതിരുന്നാ കഴിക്കും. ഇതിന്റെ വെളുത്ത കളറിലുള്ള ബംബ്ലൂസ് ഉണ്ട്. അത്
നബിച്ചാച്ചയുടെ വീട്ടിൽ പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിലുണ്ടായിരുന്നു. ഓ ആ അത് ആലപ്പാട്ടം. അയ്യോ അത് നിലനിർത്താൻ പറ്റിയില്ല. പിറവത്ത് ആലപ്പാട്ടത്തിന് കൊണ്ടുവന്നത് അത് തിരുമറിയൂരെ അമ്മയുടെയൊക്കെ ഗ്രാൻഡ് ഫാദർ അവിടെ നിന്ന് ബംബിളൂസ് നാരങ്ങ തിന്നാൻ കൊണ്ടുവന്ന് അതിൻ്റെ കുരു കിളിപ്പിച്ച് തൈയാക്കി ഉണ്ടായതാണ്. അതിന് മധുരം കുറവായിരുന്നു. ഇപ്പൊ അത് എവിടെ പോയി? എന്നിട്ട് അത് കൊല്ലം എത്രയാ, ഞങ്ങള് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം, വർഷം 10-50 കഴിഞ്ഞില്ലേ. പിന്നെ എവിടെ പോയെന്ന് ചോദിച്ചാൽ എന്നാ കൊതുക് എന്നാ പറയണ അതിന് മറുപടി. കയറി പോവാ ഒക്കെ പോരെ. നീ വരണ പോലെ ഇത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഇച്ചിരി പ്രശ്നം അല്ലേ? അതെ 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 അതെ. പൊളിച്ചെടുക്കി വൈറ്റ് സാധനം അതിൽ ഇരുന്ന് കഴിഞ്ഞാലില്ലേ കംപ്ലീറ്റ് കഴിക്കും. വൈറ്റ് ഇല്ലാതെ വേണം നമുക്ക് എടുക്കാൻ. അതെ. കായും ഇതെല്ലാം മാറ്റണം. വൈറ്റ് അതിലിരുന്നോ പ്രശ്നം. ഭഗീരഥ പ്രയത്നത്തിലൂടെ വൈറ്റ് മയ ഇല്ലാതെ പൊളിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇവിടെ വീണ്ടുണ്ടല്ലോ വൈറ്റ് ഇല്ല, കായ വൈറ്റ് ഇരുന്നാൽ ശരിയാവൂല. ഞങ്ങളെന്നെങ്ങനെയാണെന്നറിയാവോ, കോട്ടപ്പടിയിൽ വെച്ച് ജിബിയും അമ്മയും അമ്മാച്ചനൊക്കെ ഇടത് ഇങ്ങനെ പിടിച്ചു വെച്ചില്ല, ഇങ്ങനെ വെച്ച് കടിച്ച് എന്നിട്ട് ആ വൈറ്റൊക്കെ അങ്ങ് തുപ്പും. അന്ന് കയ്പൊന്നും ഒരു വിഷയമല്ല. ഈ ചുമ്മാ നടക്കുമല്ലേ കൊച്ചെ സ്കൂളിൽ പഠിക്കുന്ന സമയമൊക്കെ. ഈ അവധിക്കാലാവുമ്പോ പോവല്ലേ അങ്ങോട്ട്. ഗ്ലേസ് ചേച്ചി, ജിബിച്ചാച്ചൻ്റെ അനിയൻ ബിജിച്ചാച്ചൻ, അമ്മാച്ചൻ, ഗ്ലേസ് ചേച്ചി, അമ്മ, ഇത്രയും പേരാണ് ബറ്റാലിയൻ അവിടെ. എന്നിട്ട് ഈ പണികളാണ്. പിങ്ക് കളർ ഉണ്ടായത് ഇതിന്നാന്ന് തോന്നുന്നു അല്ലേ? അതെ 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 അതെ. ഞാനില്ലേ ക്ഷമയുടെ നെല്ലിപ്പലക അറ്റായിരുന്നു ഒരുക്കണത്. നിനക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. പിന്നെ അതെനിക്ക് പണ്ടേ അറിയാവുന്നതല്ലേ. ഞാൻ ഓർക്കും അമ്മ എങ്ങനെ ഇങ്ങനെ സഹിച്ചിരിക്കുന്നു. സഹിക്കാതെ നിർത്തിയില്ല. കഴിക്കാം, ഒരല്ലിയും കൂടെ എടുക്കാം. പിന്നെ ഉണ്ടാക്കിയത് മുഴുവൻ വെറുതെയോ. എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ആയിട്ട് ഏതായാലും ഇച്ചിരി കൂടെ എടുക്കാം അല്ലേ? ഇതിപ്പോ അധികം ഇല്ലല്ലോ. 2 അല്ലിയും കൂടെ എടുക്കാം. നല്ലതാണെങ്കിൽ കഴിക്കാലോ. ചോറിന്റെ കൂടെ എങ്ങനെയെങ്കിലും കഴിക്കാം. അങ്ങനെ ക്ഷമയുടെ നെല്ലിപ്പലക അറ്റ അപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ പറയും കുറെ വേസ്റ്റ് ആക്കുന്നതേ. കുറെ ഇതിലൊക്കെ കിടപ്പുണ്ടതേ നോക്ക. ഇച്ചിരി കിടപ്പുണ്ട്. കുറച്ച് ഇതിന് പിറക്കെ തിന്നാന്തേ. അതൊന്നും അത്ര നല്ലതിനല്ല. അപ്പൊ ഭഗീരഥ പ്രയത്നത്തിനൊടുവിൽ 3 അല്ലി, 2 അല്ലി ആദ്യം എടുത്ത അപ്പൊ തീരെ കുറവാ. ഒരല്ലിയും കൂടെ എടുത്ത വൈറ്റമിൻ ഇല്ലല്ലോ അല്ലേ? അടർത്തി ക്ലീൻ ആക്കി. അക്ഷീണ പരിശ്രമം. എല്ലാവർക്കും സിമ്പിൾ ആയിരിക്കും. എന്നെ സംബന്ധിച്ച് ക്ഷമയില്ലാത്ത വ്യക്തി ആയതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു ടാസ്ക് ആയിരുന്നു. അപ്പൊ ഇതിലാ ഇച്ചിരി ഉപ്പങ്ങ് തിരുമ്മ നോക്കിക്കോട്ടോ. ഉപ്പ് തിരുമ്മി 1 അരമണിക്കൂർ ഇരിക്കണം. പുളിപ്പുള്ള സാധനം അല്ലേ, എന്നാലാണ് ഉപ്പ് അതിലേക്ക് പിടിക്കും. ഉപ്പിലിട്ട് വെക്കായിരിക്കും. അപ്പൊ നമുക്ക് ജെസിയാൻ്റെ കൂടെ ഒന്ന് ചോദിക്കാം വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോന്ന്. ജെസിയാൻ്റെ ഇത് പഞ്ചസാര ചേർത്തങ്ങ് അടിച്ചേച്ച് കുടിക്കുന്നു, ജ്യൂസാക്കി. അപ്പം നമുക്ക് ഇത് ഇങ്ങനെ ഒന്ന് ഇതിലേക്ക് പിടിക്കട്ടെ. പിടിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി പരിപാടി പിന്നെ ഈസിയാണ്. ഇത് പറിച്ച് പൊളിച്ചെടുക്കൽ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ എന്നെ സംബന്ധിച്ചിട്ടോ. പിന്നെ ഇനിയിപ്പോൾ മിക്സിങ് ബാക്കി മറ്റുള്ള പിക്കിൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. ഇപ്പം ഞാൻ ഇത് മൂടി വെക്കട്ടെ, എന്നിട്ട് സ്റ്റാൻഡ് എല്ലായിടത്ത് അകത്ത് വെക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ അവിടെ കിടന്നാൽ പിന്നെ അത് മറന്നു പോകും. പുറത്താ സ്റ്റാൻഡ് ഇരിക്കണേ. വെയിൽ കൊണ്ടാലും കൊള്ളില്ല. ഇതിൽ ഇച്ചിരി വൈറ്റ് ഉണ്ട്, അത് മാറ്റാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ ക്ഷമ. ഇനി ഇവിടെ ഇരുന്ന് ഒരു ഇപ്പം സമയം എത്രയായി വെച്ച് 11:30 ആകുമ്പോൾ പണി തുടങ്ങാം. പിന്നെ കുറച്ച് സമയത്ത് പരിപാടിയുള്ളൂ. പെട്ടെന്ന് തീരും. ഇപ്പം എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ അഭിപ്രായം പറയാം കേട്ടോ. നല്ലതാണെങ്കിൽ നമുക്ക് കുറച്ച് ഇട്ട് വെക്കാം. ഇത് എത്ര നാൾ ഇരിക്കും എന്നല്ല. ഇത് അധികം ഇരിക്കാൻ വഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഇത് വെള്ളമല്ലേ, വളരെ സോഫ്റ്റും അല്ലേ. പിന്നെ അപ്പൊ കുറച്ചിരുന്നതാ എപ്പോഴും നല്ലത്. ഓക്കെ. ഉപ്പ് വരട്ടി വെച്ചപ്പോ നല്ല രുചിയാട്ടോ. ഞാൻ വെച്ചിട്ട് വെള്ളം വീണാക്കണല്ലോ ഉപ്പിന്റെ. നല്ല രസം അത് കഴിക്കാൻ. നല്ലെണ്ണ ഒഴിക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് സ്വല്പേ ഉണ്ടാക്കണോളൂ. നല്ലെണ്ണ ഒഴിക്കേണ്ട ഒരാവശ്യവും ഇല്ല. പിന്നെ ഇവിടെ നല്ലെണ്ണ ഇരുന്നത് കാരണം ഞാൻ നല്ലെണ്ണ ഒഴിച്ചതാ കേട്ടോ. പിക്കിളെല്ലാം സാധാരണ നല്ലെണ്ണയിലല്ലേ ഉണ്ടാക്കണം. അപ്പൊ ഇതിപ്പോ ഈ പറഞ്ഞ പോലെ സ്വല്പം സാമ്പിള് വെടിക്കെട്ട് ഉണ്ടാക്കണോണ്ട് അധികം ഇരിക്കില്ല. എങ്കിലും ഞാൻ ഈ സംഭവം ഇരുന്നത് കൊണ്ട് എണ്ണ ഒഴിച്ചെന്നുള്ളൂ. അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഒഴിച്ചെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. വേഗം എടുത്ത് തീർത്താൽ മതി കേട്ടോ. ഞാൻ എന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. കടുക 2 കടുക് അല്ലാട്ടോ ഇടണേ, 5-6 കടുക് ഇടണ്ടതേ. പിന്നെ
അതുപോലെ തന്നെ ഉലുവ പൊടിച്ചതില്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉലുവ കൂടുതൽ കടുക് പൊട്ടിക്കാൻ ഇടുക. അപ്പൊ കടുക് ഒന്ന് പൊട്ടട്ടോ, ഉലുവയ്ക്ക് അധികം ഇതില്ല. അപ്പൊ കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഒരു കുറച്ച് ഉലുവയും കൂടെ ഇട്ടേച്ച് പൊടി സാധനങ്ങൾ ചേർക്കാം. വെളുത്തുള്ളി, ഇഞ്ചി. ഇതിപ്പോ ചേർക്കാനല്ല, ശർക്കര ചീകി വെച്ചിട്ടുണ്ട്. ഇച്ചിരി ശർക്കര ചേർക്കണം, കണ്ടമാനം പുളിയല്ല. അതും ചേർക്കണം, ചേർക്കണുണ്ട്. എങ്ങനെ ഇരിക്കുമെന്ന് അറിയാല്ലേ. ദേ പാട് കഴിച്ച അല്ലി അടർത്തിയിട്ട് എന്റെ ക്ഷമ. അതെ, നെല്ലിപ്പല കണ്ടു. മഞ്ഞൾപ്പൊടി, സ്വല്പ എരിവുമുളക് പൊടിയുള്ളൂ, പിരിയമുളക് പൊടി കൂടുതൽ. ഇത്രയാണ് മസാലകൾ ഞങ്ങൾ ചേർക്കണം. പിന്നെ ഇച്ചിരി കായപ്പൊടി ചേർക്കും, അത് ലാസ്റ്റ് കാണിക്കാം. ലാസ്റ്റ് കാണിക്കാം. ഓക്കെ. അപ്പൊ ഇന്ന് ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ. പറഞ്ഞോ. ചോദ്യങ്ങൾ ചോദിക്കേണ്ട ടൈം ആണോ? ചോദിച്ചോന്ന് പറയുകയും ചെയ്യും, ഉലുവ ഇടണോന്ന് പറയുകയും ചെയ്യും. അല്ല, ഇനി ചോദിക്കാം. അത് കഴിഞ്ഞ് ഇത് തോര നമ്മൾ ഇടുകയും ചെയ്യും പൊട്ടിക്കഴിയുമ്പോ. കായത്തിന്റെ പൊടി ഉലുവയുടെ പൊടി ഇല്ല. കായ അതുകൊണ്ട് കട്ടയായിട്ടിരുന്ന കായ ഞാൻ പീസാക്കി ഇച്ചിരി നുറുക്കി എടുത്താട്ടോ. ഇതിടാം. വെളുത്തുള്ളി, കടുക് ഉലുവയും പൊട്ടിട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി. ഉലുവയും പൊട്ടുമല്ലേ? പിന്നെ കടുക് പോലെ തന്നെ പൊട്ടും. കായവും കൂടെ നമുക്ക് ഈ കൂടെ ചേർക്കാട്ടോ. ഇടുമ്പോ എന്നാന്ന് വെച്ചാൽ പൊടിയില്ല, ഒറ്റ രണ്ടിന്റെയും പൊടിയാണ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അതിന്റെ ടേസ്റ്റ് അതിലേക്ക് ഇറങ്ങി കിട്ടും. ഈ രണ്ടും പൊടിച്ചു വെക്കണം. ഇത് ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശിച്ചതല്ലായിരുന്ന. ഇപ്പൊ ഞാൻ ഓർത്തപ്പോ ബംബ്ലൂസ് നാരങ്ങ അതിൽ കിടക്കണ അത് ഓരോന്നോരോന്ന് പറിച്ചിങ്ങി ചിലപ്പോ ലാസ്റ്റ് തീരും. അപ്പൊ ഇതൊന്ന് സാമ്പിൾ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ലതാണെങ്കിൽ എനിക്ക് മനസ്സിലിരിക്കുന്ന ഒരു കുപ്പി ഉണ്ടാക്കി വെക്കണം. നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ തുടർന്നില്ല കേട്ടോ. ഇന്ന് കറികൾ വളരെ കുറവാ. ഇന്ന് കറികളൊന്നും കാണിക്കാൻ നമുക്ക് കാണിക്കാനൊന്നുമില്ല. മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പ ഇല്ലല്ലോ. വെളാമീൻ അപ്പൊ ഇവിടെ നിന്ന് കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കറികൾ ഇന്ന് വളരെ കുറവാണ്. വെളാമീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. വെച്ചിരിക്കുന്ന കായ കേട്ടോ. കായം ഞാൻ പറഞ്ഞില്ലേ പൊടി നല്ലതന്നെ. നമുക്കേ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. എന്റെ മെത്തേഡാട്ടോ. എല്ലാ പൊടികളും ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ അതെ. ഗ്യാസ് ഓഫ് ചെയ്തില്ലെങ്കിൽ പൊടി ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് അത് വങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പൊടികൾ വെള്ളം ചേർക്കാതെ പൊടിയായിട്ടാണ് ഇടുന്നെങ്കിൽ ഞാൻ എപ്പോഴും ഗ്യാസ് ഓഫ് ചെയ്യും. അപ്പം ഈ മൺചട്ടിക്കും ചൂടുണ്ട്. ഇതിട്ട് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ അടുപ്പിനും ചൂടുള്ളത് കൊണ്ട് അതിൽ ഇരുന്ന് വങ്ങിക്കോളും. അതുകൊണ്ടാണ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യണത് കേട്ടോ. അങ്ങനെ അല്ലാതെ എക്സ്പേർട്ടായിട്ടുള്ളവർക്ക് ഓഫ് ചെയ്യാതെ തന്നെ പൊടികളിട്ട് റെഡിയാക്കാം. നമുക്കൊന്ന് ഓൺ ചെയ്തേച്ച് നാരങ്ങേലി ചേർക്കാം കേട്ടോ. നാരങ്ങേലി ചേർക്കണം. കൂടെ വേറെ ഒന്ന് രണ്ട് കാര്യം കൂടെ ചേർക്കാനുണ്ട്, കാണിക്കാട്ടോ. മണമൊക്കെ തന്നെ ഉണ്ടല്ലേ. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ മണം. ഈ ഒരു കൂട്ട് പിക്കിളിന്റെ കൂട്ടാ. അതെ അതെ. അതുകൊണ്ട് ഇത് ഉണ്ടാക്കുമ്പോ തന്നെ പിക്കിളിന്റെ ഒരു മണം അടിക്കും നമുക്ക്. ശരിക്കും ഇതിലേക്ക് വരും അല്ലേ. ചേർക്കുവാണേ. ആയിക്കോട്ടെ. നമ്മുടെ മെയിൻ താരം. ഇങ്ങനെ പിക്കിള് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക അല്ലേ. ഷെയറിങ് എപ്പോഴും നല്ലതല്ലേ. ഇളക്കി കണ്ടോ ഒന്നും പറയാറായില്ല. എല്ലാം ചേരണം. ഇനി നമുക്ക് ചേർക്കാം ശർക്കര. അതെന്നാന്നോ എരിവും പുളി എല്ലാ സംഗതി അറിയാലോ. ന്യൂട്രലൈസ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് മാത്രം. ഇതിന് പുളി ഉള്ളത് കൊണ്ട് വിനീഗർ അധികം ആവശ്യമില്ല. പക്ഷെ സ്വല്പം ചേർക്കണം. കാരണം ആ എരിവിന്റെ ഒക്കെ ഒന്ന് ശരിയായി വരാൻ കേട്ടോ. അതെ നമുക്കൊന്ന് ഇച്ചിരി ചേർത്തേച്ച് നോക്കാം. ഇച്ചിരി ഒഴിക്കാട്ടോ. ഏതായാലും വേണ്ടി ഇനി നമുക്കൊന്ന് നോക്കിയൊക്കെ എടുക്കാം കേട്ടോ. ഇളക്കട്ടെ. ഇളക്കിക്കാം. വേപ്പില ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ. ഇതൊരു സിമ്പിൾ പിക്കിളാണ്. മെതേഡിലുള്ള പിക്കിളാണ്. നല്ല മണം തന്നെ ഉണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ ഉണ്ട്. അത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ മണം. കായത്തിന്റെ പൊടിയും ഉലുവയുടെ പൊടിയും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വന്നേനെ. ഞാനത് വിട്ടുപോയി. അല്ലെങ്കിൽ നമുക്ക് കായത്തിന്റെ പൊടി ഇരുന്നത് അതെന്നാന്നോ കായത്തിന്റെ പൊടി ഇരുന്നത് കട്ടയായി. പൊടി തന്നെ കട്ടയായി. ഉപ്പ് കുറവാ. മധുരം ചെന്നപ്പോ ഉപ്പ് കുറവാ. ഇച്ചിരി വിനീഗറും കൂടെ വേണം. അപ്പൊ നമുക്ക് ഉപ്പും ചേർക്കണം, വിനീഗറും ചേർക്കണം. വിനീഗർ അതിലേക്ക് ഇറങ്ങുമ്പോ ഒട്ടും ഇല്ല, പുളിപ്പില്ല. നമ്മൾ ശർക്കര ചേർത്തോണ്ട് പുളിപ്പങ്ങ് ഇതായി കാണും. അതായിരിക്കും. പിന്നെ പുളിയുള്ളതാണല്ലോ, അതുകൊണ്ട് ഒരുപാട് പുളിയും ചേർക്കണ്ട. ഇച്ചിരി ഉപ്പ് ചേർക്കാം കേട്ടോ. നല്ല ഭംഗി ഇത് വീഡിയോയിൽ കാണാൻ. അതൊക്കെ ശരിയാ. രുചി ഉണ്ടായാൽ മതിയായിരുന്നു. മണമുണ്ട് ഏതായാലും. അതെ, അതുകൊണ്ട് രുചി ഉണ്ടാവേണ്ടതാണല്ലേ. നാരങ്ങാപ്പിക്കും
വെളുത്തുള്ളിപ്പിക്കിളും ഒക്കെ പോലെ തന്നെ കേട്ടോ ഞാൻ ചെയ്തത്. ഇനിയിപ്പൊ നീ പറഞ്ഞ പോലെ ദേ നല്ല രസാ കുഴമ്പ് പരുവത്തിന്. എന്തെങ്കിലുമൊക്കെ മെതേഡ് വേറെ ഇത് ദേ മെൽറ്റ് ആവാതെ കിടക്കണ കായ കേട്ടോ. കായ മുറുക്കിയിട്ടോ അത് മെൽറ്റ് ആയിട്ടില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മെതേഡുകൾ അറിയാമെങ്കിൽ ഞങ്ങളോട് ഷെയർ ചെയ്യുക. ഇനി ഒരു ഉണങ്ങിയ സ്പൂൺ എടുത്ത് ഒന്ന് കൊച്ചു സ്പൂൺ എടുക്കാം, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. അതിലാണ് ഇനി ആൻസൈറ്റി. അതെ, ആൻസൈറ്റി. പിന്നെ ഏതായാലും വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല, നമുക്കധികം മെനക്കേടില്ലല്ലോ. ആകെ പൊളിക്കുന്ന ഒരു മെനക്കേടുള്ളൂ എന്നെ സംബന്ധിച്ച്. എനിക്കത് വലിയൊരു ടാസ്ക് ആട്ടോ. നോക്കട്ടെ. പുളിപ്പ് കുറവാ എനിക്ക് തോന്നണതേ. ഇറങ്ങും ഇപ്പൊ ചേർക്കണ്ട. എനിക്ക് തോന്നണതാ നമ്മുടെ ശർക്കര ഇട്ടില്ലേ, ശർക്കര ഇട്ടതിന്റെ ബേസില് പുളി അങ്ങ് ഇതായി വന്നേങ്ങി വിനീഗറൊക്കെ ഒഴിച്ചതിന്റെ. അപ്പൊ അത് അതിലേക്കൊക്കെ ഒന്ന് പിടിച്ചു വന്നെ, അതായിരിക്കും. നീ ഒന്ന് നോക്കിക്കേ. പക്ഷെ ടേസ്റ്റ് ബേസ് നല്ലതാ, കുഴപ്പമില്ല ടേസ്റ്റ്. നമുക്കിത് കൂട്ടി ഉണ്ണാട്ടോ. ആ സ്പൂൺ എന്റെ വായിൽ വെച്ചോണ്ടാ ഞാൻ ഇട്ട്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അല്ല, നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഇത് ആർക്കെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കേണ്ടതായിട്ട് വരുവാണെങ്കിൽ നമ്മൾ വായിലിട്ട സ്പൂൺ പുതിയതായതുകൊണ്ട് അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അവനവനിപ്പൊ കറിയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഞങ്ങള് എടുക്കണ പാത്രത്തിലെ ഒരു സ്പൂൺ കൊണ്ട് ഞങ്ങൾ കഴിക്കാറുണ്ട്. നീ ഗ്യാസ് ഓഫ് ചെയ്യാം. വെന്തുപോയാ ഒത്തിരി വെന്തുപോയാൽ കൊള്ളില്ല. ഒന്ന് കഴിച്ചു നോക്കിയാൽ നല്ലതാ, നിനക്ക് ഇഷ്ടപ്പെടും. ചൂടില്ല, കഴിച്ചോ. നീ കണ്ണും കാണാൻ മേല. അല്ല നല്ല പുളി കുറവാ. ഇരുന്ന് പിടിക്കണം. പക്ഷെ നല്ല കേട്ടോ, നല്ലതാ. നമുക്കില്ലേ ഇരുന്ന് പിടിച്ചു കഴിയുമ്പോ ഒരു ബൗളിൽ ഒന്ന് എടുത്ത് കാണിക്കാം, എന്നിട്ട് നമുക്ക് കുപ്പിയിൽ മാറ്റിയാൽ മതി. മതി മതി. നല്ല കേട്ടോ, ഇരുന്നാ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇപ്പൊ മധുര മുന്നിൽ നിക്കണം അല്ലേ. ഇച്ചിരി ശർക്കര, എനിക്ക് തോന്നണത് ഇച്ചിരി ശർക്കര മുന്നിലാന്ന് തോന്നണത്. അത് ന്യൂട്രലൈസ് ആയിക്കോളും. ഇനി ഒന്നും ഞാൻ ചേർക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്നും വേണ്ട. ഞാനോ വിനീഗർ ഇനി ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോ വിനീഗർ കൂടുതലാണ്. നോക്കിയിട്ട് മാത്രം മതി. നല്ല നല്ല രസമുണ്ട്. പക്ഷെ അപ്പ പറയും അതുകൊണ്ട് എങ്ങനെ ചെയ്യാം എന്നുണ്ടെങ്കിൽ കുറച്ച് വേണമെങ്കിൽ ഉണ്ടാക്കി. അത് പറയും, സാധ്യതയുണ്ട്. നമുക്ക് അത്താഴം കൊടുക്കുമ്പോ ചോദിക്കാം. ഉച്ചക്ക് ഇപ്പൊ വടകരയെന്നല്ലേ കഴിപ്പം. അതെ, ഇറങ്ങും. പുളി ഇറങ്ങും എന്തായാലും. ഉഗ്രം കളറാണല്ലോ. ഞങ്ങളുടെ അഭിപ്രായം കഴിച്ചു പറയാട്ടോ എങ്ങനെയാണ്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ തെറ്റില്ല ഇത്. ഇനി ഇത് ഇരുന്ന് കഴിഞ്ഞാ കഴിക്കുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പൊ ഏതായാലും കഴിപ്പില്ല കേട്ടോ. അയ്യോ, മുട്ട വറുത്തയിലേക്കായി. മുട്ട ഞങ്ങള് ഞാനും ഇടുക. മുട്ട പൊരിച്ചതെന്നാ ഞങ്ങള് പറയാറ്. പറഞ്ഞപ്പോ വറുത്തതെന്നായി പോയതാട്ടോ. ചിലയിടത്ത് അങ്ങനെ പറയുന്നുണ്ട്, മുട്ട വറുത്തതെന്ന് പറയും. നമുക്ക് കഴിക്കാം. ഇത്രേ ഉള്ളു കറികള്. അതായത് മീൻ വറുത്തത്, ഇന്നലത്തെ സ്വല്പം അച്ചിങ്ങ വളർത്തിയത്, നാടൻ അച്ചിങ്ങ, മുട്ട പൊരിച്ചതാ, അച്ചാറ്. വേണമെങ്കിൽ ഇച്ചിരി അച്ചാറ് ഞാൻ മാറ്റിയേക്കാം. മാറ്റിക്കോ. പിന്നെ ഒരുപാട് അസിഡിറ്റി അങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഇടാം. ഷുഗർ ഒന്ന് അതിലിട്ട് വെച്ചേക്കട്ടെ. വേണ്ട. അപ്പൊ നമുക്ക് ദേ ബംബ്ലൂസ് നാരങ്ങ പിക്കിള് കൂട്ടിയാണ് ഞാനിന്ന് ഊണ് കഴിക്കുന്നത് കേട്ടോ. ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്നും. അല്ലാതെ കഴിക്കാൻ നല്ല രുചിയാണ്. തൈരുള്ള ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അങ്ങ് കഴിക്കണം. ആഹാ കിടയിലതിന് അപ്പയ്ക്കുന്നത് മിസ്സായി. നോക്കട്ടെ കേട്ടോ. നല്ല അച്ചാറാട്ടോ. ഇരുന്നെങ്കിലും കയ്പൊന്നും ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ 2-3 മണിക്കൂറായി ഉണ്ടാക്കിയിട്ട്. നല്ല രുചിയുണ്ട്. ലേശം ശർക്കരയൊക്കെ ഇട്ടുകൊണ്ട് ഒരു മധുരം ഉള്ളതുകൊണ്ടേ നല്ല രസം. നല്ല രുചിയുണ്ട് കഴിക്കാനേ. വൈകിട്ട് ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഉച്ചയ്ക്ക് ഇങ്ങനത്തെ ഒക്കെ ഒരു മീൽസ് കാണുമ്പോൾ ആർക്കാരും കൊതി വരും അല്ലേ? കറിയൊക്കെ ഉണ്ട്, ഇതൊക്കെ മതി. പിക്കിള് കേമനാട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമായത്. നല്ലതിനെ നമ്മൾ നല്ലതെന്ന് തന്നെ പറയണമല്ലോ.